So our today's topic is Newton's first law of motion. ഇതാണ് കഥയുടെ ഒന്നാം അധ്യായം. ഇനിയാണ് ശരിക്കുള്ള കഥ ആരംഭിക്കുന്നത്. ടീച്ചറെ, ഒറ്റ ചോദ്യം, എങ്ങനെ എത്തിപ്പെട്ടു അധ്യാപനത്തിൽ നിന്ന് ഈ അടുക്കള ഫീൽഡിലേക്ക്? ഒരു 10 വർഷം അധ്യാപികയായിട്ട് വർക്ക് ചെയ്തു. ഒരു ആക്സിഡൻ്റ് ആയി, ഒരു 1.5 വർഷത്തോളം മെഡിക്കൽ ലീവിലായിരുന്നു. പിന്നെ കുക്കിംഗ് പാഷനാണ്. അപ്പം അതൊക്കെ പ്രൊഫഷൻ വിട്ടു പാഷനിലേക്ക് വന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എനിക്കിത് ഒറ്റ പാഷനേ ഉള്ളൂ. ഇതും എൻ്റെ പാഷനായിരുന്നു. ഒരുപാട് കടകളിൽ പോയി നല്ല അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്നത് എവിടെയാണോ അത് ഏത് സ്ഥലമാണെങ്കിലും ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകും, കഴിക്കും. ലാസ്റ്റ് ഒരു ടീമാ നമ്മൾ ഓക്കെ ഓക്കെ നടന്ന് കഴിക്കുക. നിങ്ങളുടെയൊക്കെ വീഡിയോ ഞാൻ കാണാറുണ്ട്. പലരുടെയും ഫുഡ് വ്ലോഗ് കണ്ട് ആ സ്ഥലത്ത് ചെന്ന് അവിടുത്തെ ഫുഡ് കഴിക്കാനായിട്ട് ആഗ്രഹിച്ച് ഒരുപാട് ദൂരം പോയി കഴിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങുമെന്നോ ഇങ്ങനെ ഒരു രുചിയിലോട്ട് എത്തിച്ചേരുമെന്നൊന്നും ഒട്ടും പ്രതീക്ഷയല്ല. ആക്സിഡന്റ് ഒരു നിമിത്തമായി മാറി എന്ന് പറയാം. എത്രാം ക്ലാസ് ഫിസിക്സ്? ഞാൻ 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ ആലപ്പുഴയിൽ ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഫിസിക്സ് ആണ് എൻ്റെ സബ്ജക്ട്. 1 ക്ലാസ്സുകളിൽ സയൻസ് പഠിപ്പിക്കും, മേലോട്ട് ഫിസിക്സ് പഠിപ്പിക്കുമായിരുന്നു. ഇപ്പൊ 4 മാസേ ആയുള്ളൂ ഈ ഒരു ഇതിലോട്ട് വന്നിട്ട്. തൃപ്തിയാണുള്ള കാര്യങ്ങളെല്ലാം തൃപ്തിയാണ്. നന്നായി സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നു, ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം മാത്രമേ ഉള്ളൂ? ഇല്ലില്ല, ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഊണ്, പിന്നെ നെയ്ച്ചോറ് കോംബോ ഉണ്ടാവും. ഫിഷ്, മീറ്റ്, ഊണ്, ഇത് 3ആണ് നമുക്കുള്ളത്. അത് ഡെയിലി നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം കക്കാർച്ചി ഉണ്ടാവും. പിന്നെ ഫിഷിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും. കാളാഞ്ചി ഉണ്ടാവും, കരിമീൻ ഉണ്ടാവും. ഇന്നിപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന നാടൻ വരാലുണ്ട്, നാടൻ സിലോപ്പി ഉണ്ട്. പിന്നെ നമ്മുടെ ഈ നാടൻ ഇൻ ദ സെൻസ് നമ്മുടെ കടപ്പുറത്തെ ചൊറക്, ഇവിടെ ചൊറക്, സ്രാവ് രണ്ടും പറയും. ഇന്നുള്ളത് ചൊറക് വറുത്തരച്ചതുണ്ട്, കായലിലെ കൊഴുവ വറുത്തതുണ്ട്, ചെമ്മീനുണ്ട്, നാരൻ ചെമ്മീനാണ്, മത്തി വറുത്തതുണ്ട്, അയില വറുത്തതുണ്ട്. പിന്നെ മീറ്റ് കേസ് വരുമ്പോൾ ഇത് ചിക്കൻ പെരട്ടാണ്, തേങ്ങ വറുത്തിട്ടിട്ടുള്ള ചിക്കൻ പെരട്ടാണ്. മെയിൻ കുക്കിംഗ് എല്ലാം അമ്മയാണോ? നമ്മളൊക്കെ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ഒരുക്കത്തില്ലേ, അതേ റെസിപ്പി നമ്മുടെ കടയിലോട്ട് അതിഥികൾ വരുന്നു, നമ്മൾ വീട്ടിൽ ഒരുക്കുന്ന പോലെ ഒരുക്കുന്നു. വീട്ടിലെ സെയിം റെസിപ്പി, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കുക്കൊന്നും ഇല്ല. ഇതാണ് ഞങ്ങളുടെ തൃപ്തി ഫാമിലി. അമ്മയാണിത്, ഹസ്ബൻഡ് അമ്മയാണ് ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉള്ളത്. അമ്മയുടെ അനിയത്തിയാണ് കുഞ്ഞാൻറ്റി, ഇത് സുവർണാമ്മ. ഇത്രയും പേരാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയത്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സല്ല, എൻ്റെ കൂടപ്പുറപ്പ് പോലെ തന്നെയാണ്. നമ്മൾ സ്റ്റാഫല്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവർക്ക് വേറെ ജോബ് ഉണ്ടായിട്ടും സമയം കിട്ടുമ്പോൾ ഓടി വരുന്നതാണ് എൻ്റെ അടുത്ത്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ചേച്ചിമാരാണ് സ്മിത, സ്വപ്ന, ഒരാളുകൂടെ ഉണ്ട്, ലീവിലാണ്. ഇത്രയും പേരാണ് ഞങ്ങളുടെ തൃപ്തി ഫാമിലി എന്ന് പറയുന്നത്. ഇവിടെ ഊണാണോ നെയ്ച്ചോറാണോ? ഊണ്. ഒരു ഇല ഇടണേ. ഐറ്റങ്ങൾ ഇത് മാത്രമല്ല കേട്ടോ, നിരവധി ഐറ്റങ്ങൾ വേറെയും ഉണ്ട്. കാരണം ബോർഡ് 10-12 ഐറ്റങ്ങളുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ബീഫ് പറഞ്ഞു, പിന്നെ മത്തി. ഈ മത്തി എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ. ആഹാ, ചൂട് മത്തി. പിന്നെ ചിക്കൻ. ഈ ചിക്കൻ ഇവിടെ സ്പെഷ്യൽ ആട്ടോ, കായൽ കൊഴുവ. ഈ കായൽ കൊഴുവ എല്ലാ ദിവസവും ഉണ്ടാവും. ഇതാണ് അടുത്ത വെറൈറ്റി. ഇവിടുത്തെ ചേച്ചി പറഞ്ഞ പേര് ചൊറക് വറുത്തരച്ചത്. കുറച്ച് ചോദിച്ചോ. ഞാൻ 5-6 ഐറ്റം 4-5 ഒഴിച്ചതും ചേർത്തല്ല, 10-12 ഐറ്റം എല്ലാം ചേർത്താണ് 70 രൂപ ചോറ് കൊടുക്കുന്നത്. 70 രൂപയ്ക്ക് ലാഭമല്ലേ ചോറ്? കാരണം വീട്ടിൽ നമുക്ക് കഴിക്കുന്നത് ടേസ്റ്റ് കഴിക്കുക. കാരണം എല്ലാ അമ്മമാരാണ് തയ്യാറാക്കുന്ന ഫുഡെല്ലാം. പൊളിയും. ഇതെന്താ? സിലോപ്പി. ഓ, വരാല് പൊള്ളിച്ചത്. ഈ ആലപ്പുഴ ഭാഗത്തെ മീൻകറികൾ അത് കസായം തന്നെ കേട്ടോ. ആലപ്പുഴ തണ്ണിമുക്കം റോഡിൽ പുത്തനങ്ങാടിയാണ് തൃപ്തി മെസ്സ്. റോഡ് സൈഡ് നോക്കിയാൽ കാണാം. ഉച്ചസമയം 12-1 മണിയും എത്തിക്കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കാം. വീട്ടിലുണ്ടാക്കുന്ന ആ ടേസ്റ്റ് തന്നെ കഴിക്കാം. ചേച്ചിയെ പോലെയുള്ള കുറേ അമ്മമാരെ സപ്പോർട്ട് ചെയ്യുക. വയറ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് തൃപ്തിയോടെ, നമ്മുടെ കടയുടെ പേര് പോലത്തെ തൃപ്തിയോടെ മടങ്ങാം. അപ്പോൾ തൽക്കാലം ഞാൻ വിട്ടേക്കട്ടെ. ചേച്ചി വിദ്യാഭ്യാസ പാഷനായി മുന്നോട്ട് പോട്ടെ. ഞാൻ നമ്മുടെ പാഷൻ ഉണ്ടല്ലോ, കഴിപ്പ് മുന്നോട്ട് പോവാണ്. അടുത്ത സ്ഥലത്തുനിന്ന് വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാം കേട്ടോ. പോട്ടെ, ബൈ.